എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാഗേന്ദ്രനും അവന്തിയും കൂടി ഫോൺ വിളിച്ച് സംസാരിക്കുവാണ്. അന്നേരം അവന്തിക ചോദിക്കുന്നുണ്ട് അച്ഛൻ അവിടെ വെറുതെ ഇരിക്കുവാണോ എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയും 10-55 വയസ്സായ കേട്ടോ, ഇനിയും വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ വരും, അതുകൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യണം എന്ന് പറയുമ്പം നാഗേന്ദ്രൻ ചോദിക്കും, മോളല്ലേ പറഞ്ഞത് എന്നെ കണ്ട 55 തോന്നില്ല എന്ന്, പിന്നെ എന്താ എന്ന്. അങ്ങനെ അച്ഛ എന്ന് വിളിച്ച് ഇങ്ങനെ അവന്തിക ഓരോന്ന് നാഗേന്ദ്രനോട് പറയുന്നത് അഭി കേൾക്കുന്നുണ്ട്. എന്തായാലും ഫോൺ വെക്കാറാവുമ്പോൾ നാഗേന്ദ്രൻ പറയും, അവിടെ വെറുതെ ഇരിക്കുവാണെങ്കിൽ മോള് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് പോരേ എന്ന്. അതെല്ലാം കഴിഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ദേ അഭി റൂമിലോട്ട് കയറി വരുന്നു. എന്നിട്ട് അഭി ചോദിക്കും, നീ ആരെയാടി ഇത്രയും നേരം ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത്, അച്ഛാന്ന് വിളിക്കുന്നതൊക്കെ കേട്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, ആ ഞാൻ ഫോൺ വിളിക്കുന്നത് അഭിയേട്ടൻ കേട്ടായിരുന്നോ, എൻ്റെ കൂട്ടുകാരിയുടെ അച്ഛനോടാണ് ഞാൻ സംസാരിച്ചത് എന്ന് പറയും. അന്നേരം അഭി പറയുവാണ്, ഓ ഞാൻ വിചാരിച്ചു ഞാൻ അറിയാത്ത ഏത് അച്ഛനാണ് നിനക്കുള്ളത് എന്ന്. ഉണ്ടായിരുന്ന ഒരാൾ നമ്മൾ ഇട്ടിട്ട് പണ്ടേ ഒളിച്ചോടി പോയതാണ്, അയാളെ എങ്ങാനും കണ്ടു കിട്ടുവാണെങ്കിൽ കാരണം തീർത്ത് ഞാൻ ഒരെണ്ണം കൊടുക്കും, നമ്മളെ ഇട്ടിട്ട് പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത്ര കാലമായിട്ട് എന്നൊക്കെ പറയുമ്പം, ആ അങ്ങനെ പോയതിൻ്റെ കഥയൊക്കെ അമ്മ പറഞ്ഞും ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ അഭി പറയുന്നു. അത് കഴിഞ്ഞ് അഭി ഇങ്ങനെ ഇറങ്ങി പോരുമ്പോഴും അവന്തിക്ക് നല്ല സംശയമുണ്ട്. അഭി ഇങ്ങനെ മനസ്സിലോർക്കുവാണ് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, അത് എന്താണ് എന്ന് കണ്ടുപിടിക്കണം എന്ന്. അങ്ങനെ മനസ്സിലോർത്താണ് അഭി റൂമിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശിൻ്റെ നയനയുടെ അടുത്ത് നന്ദു വന്നിട്ടുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ആ ഹോട്ടലിനെ കേന്ദ്രീകരിച്ചാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം നടക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ അതായത് ഏകൻ ജ്വല്ലറിയുടെ ഉടമസ്ഥന ഹോട്ടലിൽ കാണും, അതുകൊണ്ട് ആ ഹോട്ടൽ ഒന്ന് റെയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നന്ദുവിനോട് ചോദിക്കുന്നു. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതിനൊക്കെ മുകളിൽ നിന്നുള്ള ഓർഡർ വേണം, അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അന്നേരം ആദർശ് പറയും, ഈ കാര്യം ഒന്ന് മുത്തശ്ശനോട് നന്ദു അവതരിപ്പിക്കണം, മുത്തശ്ശൻ വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്ന്. അന്നേരം ആദ്യം നന്ദുവിനൊരു മടിയാണ്, പിന്നെ ഞാൻ വിളിച്ച് സംസാരിക്കാം എന്ന് പറയുന്നു. അങ്ങനെ നന്ദു മുത്തശ്ശനെ വിളിക്കുവാണ്. എന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്കൊരു സഹായം വേണം, ഒരു ഹോട്ടൽ റെയ്ഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ മുകളിൽ നിന്ന് മേടിച്ച് തരാമോ എന്ന് ചോദിക്കും. then കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, എൻ ജ്വല്ലറിയിലെ ആൾക്കാരാണ് ആ ഹോട്ടലിൽ ഉള്ളത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുപോലെ കള്ളക്കടത്ത് സ്വർണം ആ ഹോട്ടൽ വഴി വിനിമയം ചെയ്യുന്നതായിട്ടും ഒക്കെ ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ആ ഹോട്ടലൊന്ന് റെയ്ഡ് ചെയ്യാനുള്ള പെർമിഷനാണ് വേണ്ടത്, മുത്തശ്ശൻ വിചാരിച്ചാൽ നടക്കും എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഞാൻ ശ്രമിക്കാം, ഏതായാലും ആ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചുതരേ, എൻ ജ്വല്ലറിക്കാർ ഇപ്പം തഴച്ചു വളരുന്നത് കള്ളക്കടത്ത് സ്വർണം കൊണ്ടാണ്, അതിന് തടയിടേണ്ടത് നമ്മളുടെ കൂടെ ആവശ്യമാണ്, പിന്നെ അവർ അങ്ങനെ താഴ്ച വളരുമ്പം താഴേക്ക് പോകുന്നത് നമ്മുടെ ജ്വല്ലറിയാണ്, ഒരുത്തൻ അതിനെ ഒരു പരുവമാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്, ഇപ്പം പരാജയ ഭയവുമായിട്ടാണ് അനി നിൽക്കുന്നത്, അപ്പം അതിനൊക്കെ ഒരു തടയിടാൻ ഇത് ആവശ്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ച് കഴിയുമ്പം ആദർശം പറയുന്നുണ്ട്, അത് മുത്തശ്ശൻ സംസാരിക്കുന്നതിനിടയ്ക്ക് എനിക്കിട്ടൊരു കൂട്ടി, ഏതായാലും മുത്തശ്ശൻ്റെ ദേഷ്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി, കുറേ കാലം കഴിയുമ്പം കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ദേഷ്യമൊക്കെ കുറയും എന്നാണ് ഞാൻ കരുതിയത്, അതിനൊരു മാറ്റം ഇല്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, സാരമില്ല, അതിനൊക്കെ ഒരു മാറ്റം വരും, ആദർശേട്ടൻ വിഷമിക്കണ്ട എന്നൊക്കെ. നന്ദു പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ സംസാരം കേട്ടിട്ട് ഇന്ന് തന്നെ റെയ്ഡ് ചെയ്യാനുള്ള ഓർഡർ മേടിച്ച് തരുമെന്നാണ് തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ആ ഹോട്ടലിൽ റെയ്ഡ് ചെയ്യാൻ പോകുമെന്നും നന്ദു പറയുന്നു. അതുപോലെ തന്നെ ഹോട്ടലിൽ റെയ്ഡ് ചെയ്യാൻ പോവുകയാണ്. അവരുടെ ജീപ്പ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് റിസപ്ഷനിസ്റ്റ് നാഗേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്, പോലീസ് വന്നിട്ടുണ്ട്, റെയ്ഡാണെന്ന് തോന്നുന്നത് എന്ന്. അവർ ഫോൺ വിളിച്ച് വയ്ക്കുന്നതേക്കും അകത്തേക്ക് നന്ദു കയറി ചെല്ലുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് റെയ്ഡ് ചെയ്യാനാണ് വന്നത് എന്ന് പറയും. അങ്ങനെ റെയ്ഡ് ചെയ്യാനായിട്ട് നന്ദു അകത്തേക്ക് പോകുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവിടെ റെയ്ഡ് നടത്തുന്നത് എന്നൊക്കെ. അന്നേരം അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അങ്ങോട്ട് ദേഷ്യപ്പെട്ടാണ് നന്ദു സംസാരിക്കുന്നത്. ഏതായാലും എല്ലാ റൂമിലും ബെല്ലടിച്ച് ആൾക്കാരെ പുറത്തിറക്കി ഓരോ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് 106-ാമത്തെ റൂമിൽ ചെന്ന് ബെല്ലടിച്ച് ചെയ്യുമ്പോൾ അത് തുറക്കുന്നില്ല. അന്നേരം ചെറിയ സംശയം തോന്നുന്നു നന്ദുവിന്. നന്ദു നേരെ താഴെ ഇറങ്ങി വന്നിട്ട് റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട്, ആ 106-ാമത്തെ റൂമിൽ ആരാ താമസിക്കുന്നത് എന്ന്. അന്നേരം അതൊരു ഗൾഫുകാരനാണ്, പേര് രാജേന്ദ്രൻ എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, അയാൾ എന്നും ഇവിടെ വന്ന് റൂം എടുക്കാറുണ്ടോ, എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറേ ഡീറ്റെയിൽസ് ചോദിക്കും. അന്നേരം ആദ്യമായിട്ടാണ് വന്നത്, അയാൾ ഗൾഫിൽ എന്തോ ബിസിനസ്സാണ്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. എന്നിട്ട് പിന്നെ അങ്ങനെ ഹോട്ടലിൽ കൊടുത്തേക്കുന്നതാണ് എന്ന് പറയുന്ന കുറച്ച് രേഖകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നന്ദു അവിടെ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല റെയ്ഡ് ചെയ്തിട്ട്, പിന്നെ ഒരു രാജേന്ദ്രൻ്റെ കാര്യം പറഞ്ഞു, അതിലെനിക്ക് സംശയമുണ്ട്, അയാളുടെ പേര് അങ്ങനെ തന്നെയാണോ, അയാൾ
ദുബായിൽ ബിസിനസ്സുകാരനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല, നമുക്ക് നോക്കാമെന്ന് പറയുന്നു. അന്നേരം ഇതൊക്കെ അറിഞ്ഞ് കഴിയുമ്പം ആദർശനാകെ വിഷമമാണ്. ആദർശ് നയനയോട് പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും രഹസ്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും അത് അവിടെ ചോർന്ന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അയാൾ നന്ദുവിന് സംശയമുണ്ട് എന്ന് പറയുന്ന രാജേന്ദ്രൻ അവിടുന്ന് മുങ്ങിയത്. മിക്കവാറും അയാൾ തന്നെ ആയിരിക്കും AN ജ്വല്ലറിയുടെ ഉടമ. എന്തായാലും അയാൾ എവിടെ പോയി ഒളിച്ചാലും അയാളുടെ പുറകെ തന്നെ ഞാൻ കാണും, ഏത് മാളത്തിലാണെങ്കിലും അയാളെ ഞാൻ പുറത്ത് വലിച്ചിടും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിച്ചിട്ടാണ് ആദർശ് അവിടെ നിന്ന് പോകുന്നത്. ആദർശിന് ഭയങ്കര വിഷമമായി, റെയ്ഡ് ചെയ്തിട്ടും യാതൊരു വിവരവും കിട്ടാത്തത് കൊണ്ട്. പിന്നെ അഭിയാണ് കാണിക്കുന്നത്. അഭിക്ക് കൈ പൈസയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പണ്ടത്തെ പഞ്ചാര സ്വഭാവം തുടങ്ങി. ഏതോ ഒരു പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്തിക പുറത്തേട്ട് ഇറങ്ങി പോകുന്നത് കാണുന്നത്. അന്നേരം അഭിക്ക് സംശയവും. അഭിയും അവന്തികയുടെ പുറകെ ഡ്രസ്സൊക്കെ മാറി വേറൊരു വണ്ടിയിൽ പോവുകയാണ്. അന്നേരം അവന്തിക കാണാതെ കുറച്ച് ബാക്കിലായിട്ട് വണ്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അവന്തിക നേരെ ആ ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത്. ഹോട്ടലിൽ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. നേരെ കയറി ചെല്ലുമ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി പറയുന്നുണ്ട്, ഇവിടെ ഒരു റെയ്ഡ് നടന്നു, അതുകൊണ്ട് സാർ ഇവിടെയില്ല, സാർ അപ്പം തന്നെ പുറത്തേക്ക് പോയി എന്ന്. അന്നേരം അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു വിവരം എന്നെ അറിയിക്കാൻ മേലായിരുന്നോ, ഒരു മെസ്സേജ് എങ്കിലും തരാൻ മേലായിരുന്നു, പിന്നെ നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് ഇവിടെ നിയമിച്ചേക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അവരോട് അവന്തിക. അത് കഴിഞ്ഞ് അച്ഛൻ വിളിക്കുവാണെങ്കിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നാഗേന്ദ്രനെ വിളിക്കുക കേട്ടോ അവന്തിക. എന്നിട്ട് നാഗേന്ദ്രൻ എവിടെയാണോ ഉള്ളത് എന്നറിയുന്നു. അങ്ങോട്ടേക്ക് പോവുക. പുറകെ അഭിയും പോകുന്നുണ്ട്. അവന്തിക നേരെ ചെല്ലുന്നത് ഒരു വീട്ടിലോട്ടാണ്. അവിടെ ചെന്നിട്ട് ബെല്ലടിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറക്കുന്നു. അന്നേരം അവരോട് പറയുവാണ്, എൻ്റെ അച്ഛനാണ് അകത്തുള്ളത് എന്ന്. അന്നേരം കയറി വാ മോള് വരുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു എന്ന് അവർ പറയും. അങ്ങനെ അവന്തിക അകത്തോട്ട് കയറി പോവാണ്. അകത്ത് ചെല്ലുമ്പോൾ നാഗേന്ദ്രൻ അവിടെ ഉണ്ട്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, തലനാരിഴയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്, അവിടെ ഇന്നൊരു റെയ്ഡ് നടന്നു, ഈ റെയ്ഡ് നടക്കാനുള്ള കാരണം മിക്കവാറും മൂർത്തിയൊക്കെ തന്നെയായിരിക്കും, അപ്പം അവർ എൻ്റെ പുറകെ ഉണ്ട് എന്ന് ഉറപ്പിക്കാം, ഇനി ഓരോ കാര്യങ്ങൾ സൂക്ഷിച്ചു വേണം ചെയ്യാൻ എന്നൊക്കെ പറയുന്നു. അന്നേരം അവന്തികയും പറയുന്നുണ്ട്, ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് മുത്തച്ഛനും ആദർശനും വെറുതെ ഇരിക്കില്ല എന്ന് അച്ഛൻ അറിയാലോ, അതുകൊണ്ട് അവരോരോന്ന് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത്ര പെട്ടെന്നൊന്നും ഇനി എന്നെ തകർക്കാൻ സാധിക്കില്ല, അതിനുള്ളതൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാമെന്നൊക്കെ പറയുന്നു. അന്നേരം അവന്തികയ്ക്ക് ഒരു സംശയം, ഇനി പോലീസുകാരെ അവന്തികയുടെ പുറകെ ഇനി ഇങ്ങോട്ടെങ്ങാനും വരുമോ എന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട, ഞാനിവിടെയുള്ള കാര്യം ആർക്കും അറിയത്തില്ല, പിന്നെ ആരെങ്കിലും വന്നാലും അകത്തേക്ക് കയറ്റി വിടണ്ട എന്ന് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. പേടിയാവുന്നുണ്ട് അവന്തികയ്ക്ക്. ഏതായാലും ആ സ്ത്രീ പോയി വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് അഭിയെയാണ്. അന്നേരം അഭി ചോദിക്കും, അകത്ത് ആരാ ഉള്ളത് എന്ന്. അന്നേരം ആരുമില്ല, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയുമ്പം, എൻ്റെ അനിയത്തിയാണ് കുറച്ച് മുമ്പ് ഇങ്ങോട്ട് വന്നത്, അവൾ ഈ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടതാണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നുണ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഇല്ല സാർ, ഇങ്ങോട്ട് വന്നില്ല എന്ന് അവർ പറയും. അന്നേരം നിങ്ങളങ്ങ് മാറി എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അഭി അകത്തേക്ക് തള്ളിക്കയറി വരുവാണ്. അന്നേരവും അവർ സാർ ഇവിടെ ആരുമില്ല, ഇങ്ങനെ വീട്ടിലോട്ട് തള്ളിക്കയറി വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളൊന്നും മിണ്ടായിരുന്നേ, എൻ്റെ അനിയത്തിയായി ഈ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വന്നത്, അവളെ അങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാകുകയില്ല, അവളുടെ ചേട്ടനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറി നോക്കുമ്പം അവിടെ നാഗേന്ദ്രനും അവന്തികയും കൂടെ നിൽക്കുന്ന കാണും. അന്നേരം ദേഷ്യപ്പെട്ട് അവന്തികയുടെ അടുത്ത് വന്ന് അഭി ചോദിക്കുവാണ്, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുവാണ് എന്ന് പറഞ്ഞാണ്, ഇയാളാണോ നിൻ്റെ ഫ്രണ്ട്, ഇയാളെ കാണാനാണ് അവിടെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇയാൾ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ദേഷ്യപ്പെട്ട അഭി ചോദിക്കുന്നത്. അന്നേരം നാഗേന്ദ്രൻ ഇങ്ങനെ കുറച്ച് നേരം അഭിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കും. എന്നിട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് നിനക്ക് കുറവാണ് എന്നറിയാം, അതുകൊണ്ടാണ് മോളോട് ഒന്നും ആരോടും പറയണ്ട എന്ന് ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് നിന്നോട് എന്ന് പറയുമ്പം ഇങ്ങനെ നാഗേന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും അഭി. അന്നേരം നിനക്ക് എന്നെ മനസ്സിലായില്ലേ, സൂക്ഷിച്ചു നോക്കിയിട്ട് നിനക്ക് മനസ്സിലായില്ല, ഇതിനു മുമ്പ് നീ കണ്ടിട്ടില്ലേ എന്നെ എന്നൊക്കെ ചോദിക്കുവാണേ. അന്നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് അഭി. അന്നേരം നാഗേന്ദ്രൻ ഇങ്ങനെ പുച്ഛത്തോടെ പറയാം, സ്വന്തം അച്ഛനെ തിരിച്ചറിയാത്ത മകൻ എന്ന്. അപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാകും അഭിക്ക്. അഭി ഇങ്ങനെ സങ്കടപ്പെട്ട് കുറച്ച് നേരം നോക്കി നിന്നിട്ട് എനിക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട്. അതെങ്കിൽ ഭയങ്കര സന്തോഷം നാഗേന്ദ്രനും കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് മുഖത്തൊക്കെ ഇങ്ങനെ തലോടി, എൻ്റെ മകൻ, എൻ്റെ 2 മക്കളും ഇപ്പോൾ എൻ്റെ ഇടവും വലവും ഉണ്ട്, അന്ന് മൂർത്തി ആ വീട്ടിൽ നിന്നും എന്നെ അടിച്ചിറക്കി വിട്ടു, അന്ന് എൻ്റെ കൂടെ വരാൻ നിൻ്റെ അമ്മ തയ്യാറായില്ല, ജീവിതം എങ്ങനെ ആകും എന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നു, അവൾക്ക് പണത്തോടായിരുന്നു ഭ്രമം മൊത്തം, പക്ഷേ ഞാൻ പണം നേടി തിരിച്ചു വന്നത് പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയാണ്, എനിക്ക് തകർക്കേണ്ടത്
അനന്തപുരി തറവാടിനെ മൂർത്തി ജ്വല്ലറിയാണ്, അങ്ങനെ മൂർത്തിയെ എനിക്ക് വലിച്ചു കീറണം, അതാണ് ഇനി എൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം ഇതെല്ലാം കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് അഭി. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം എൻ്റെ മകൾക്കറിയായിരുന്നു, അവൾക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനും എന്നോടൊപ്പം നിൽക്കാനും ഉള്ള കഴിവുണ്ട്, അതുകൊണ്ടാണ് അവളോടെല്ലാം പറഞ്ഞത്. ഇനി തൊട്ട് നീയും എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നൊക്കെ പറയുന്നു. ഏതായാലും ഭയങ്കര സന്തോഷത്തിലാണ് 3 പേരും. അന്നേരം എൻ്റെ മക്കൾ 2 പേരും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞാൽ അവർ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ആ കുടുംബത്തെ ഞാൻ നശിപ്പിക്കും, മൂർത്തി ജ്വല്ലറി അടച്ചു പൂട്ടിക്കും, അതുപോലെ ആ വീട്ടിൽ നിന്ന് നിൻ്റെ മുഖ്യ ശത്രുവായ ആദർശിനെയും ഭാര്യയും ഞാൻ പുറത്താക്കിയില്ലേ, ഇനി അടുത്ത് പുറത്താക്കാൻ പോകുന്നത് അനന്തമൂർത്തിയായിരിക്കും. എന്നിട്ട് ഞാൻ ആ വീട്ടിലോട്ട് വരും, അപ്പോഴും നിൻ്റെ അമ്മ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല, കാരണം പണം കാണുമ്പം അവൾ എൻ്റെ കൂടെ കൂടിയേക്കും. പക്ഷേ ഇതിനു മുമ്പ് അവർ ചവിട്ടി പുറത്താക്കിയ സമയത്ത് ജീവിതത്തിൽ പണത്തെ മോഹിച്ച അവൾ ആ വീട്ടിൽ നിന്നും, അതുകൊണ്ട് അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അഭി പറയുക, അതിനോട് ഞാനും യോജിക്കുന്നുണ്ട്, അമ്മയെ ഉൾക്കൊള്ളണം അച്ഛൻ എന്നൊന്നും ഞാൻ പറയത്തില്ല എന്ന്. ഏതായാലും ഭയങ്കര സന്തോഷത്തിലാണ് 3 പേരും. പിന്നെ കാണിക്കുന്നത് ചന്തുമോളെയാണ്. ചന്തുമോള് നവ്യയുടെ റൂമിൽ വന്ന് കുഞ്ഞിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. അന്നേരമാണ് നവ്യ റൂമിലോട്ട് കയറി വരുന്നത്. അതെയും അയ്യോ വല്യമ്മ എന്ന് പറഞ്ഞ് മോളെ ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പം വേണ്ട അവിടെ തന്നെ ഇരുന്ന് കളിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് 2 പേരോട് കളിക്കുന്നത് വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നവ്യ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നവ്യ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോകുമ്പം ചന്തുമോളുടെ പേരിലും സ്വന്തം മകനായ അനന്തപത്മനാഭൻ്റെ പേരിലും വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പം ആദർശം നയനങ്ങനെ അമ്പലത്തിലോട്ട് വരുന്നത് കാണുവാണേ. അന്നേരം നയന അതേ ചേച്ചി എന്ന് പറയും. അന്നേരം ആദർശം, നിനക്ക് അങ്ങനെ ഒരു ചേച്ചിയുണ്ടോ, നിന്നെ ശത്രുവായിട്ട് കണ്ടേക്കുന്ന അവളെ ചേച്ചിയായിട്ട് കാണേണ്ട കാര്യം നിനക്കുമില്ല എന്ന് പറയും. ഇങ്ങനെ അകത്തോട്ട് കയറി വരുന്ന ഇടയ്ക്ക് ആദർശ് ഇങ്ങനെ പറയുക, കുടുംബക്കാർ മൊത്തം മുടിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും അല്ലേ അമ്പലത്തിലോട്ട് വന്നത് എന്ന്. അന്നേരം നമ്പി പറയും, ഞാൻ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് ദൈവങ്ങൾക്കറിയാം, എനിക്കത് വേറെ ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന്. അന്നേരം നയന, ചേച്ചി ഇങ്ങനെ അമ്പലത്തിലൊന്നും വരാറില്ലായിരുന്നല്ലോ, ഇപ്പം എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ എനിക്ക് വരാൻ പാടില്ലേ, ഞാൻ വന്നത് പ്രാർത്ഥിക്കാനാണ്, പ്രാർത്ഥന കഴിഞ്ഞു, അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോന്നു കഴിയുമ്പോഴേക്കും നയന പറയുക, ചേച്ചിക്ക് എന്തോ വിഷമമുണ്ട് എന്ന്. അന്നേരം ആദർശ് പറയും, നല്ല വിഷമം കാണും, അവളുടെ കയ്യിലിരിപ്പം അത്ര മോശമൊന്നുമല്ല, നിൻ്റെ അച്ഛനും അമ്മയും സത്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരെ ശത്രുവായി കണ്ടേക്കുമല്ലോ അവിടെ നീ നിൻ്റെ കാര്യം നോക്കുക, ഇങ്ങനെ ഒരുപാട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് കുറച്ച് കാര്യങ്ങൾ നയനോട് പറയുന്നുണ്ട്. പിന്നെയും കാണിക്കുന്നത് നാഗേന്ദ്രനെയും അഭിയെയും അവന്തികയാണ്. അവർ 3 പേരോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അന്നേരം നാഗേന്ദ്രൻ അഭിയോട് പറയുവാണ്, AN ജ്വല്ലറിയിലെ എന്നെ നാഗേന്ദ്രനാണ്, ആരാണ് എന്ന് അറിയാവോ എന്ന് ചോദിക്കും. എന്നിട്ട് ഇങ്ങനെ സംശയത്തോടെ അഭി നാഗേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നാഗേന്ദ്രൻ പറയുവാണ്, എന്നത് അവന്തിക അല്ലെങ്കിൽ അഭി, അങ്ങനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇട്ടത്. എൻ്റെ കമ്പനിയുടെ തലപ്പത്തേക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് എൻ്റെ മകൾക്കാണ്, കാരണം അവൾക്കാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് ഡീൽ ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുള്ളത് എന്നിങ്ങനെ പറയും. അന്നേരം ഒരു വിഷമം അഭിക്ക്. അന്നേരം നാഗേന്ദ്രൻ ചോദിക്കും, നിനക്കെന്താ വിഷമമുണ്ടോ ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എന്ന്. അന്നേരം എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, അവളെൻ്റെ അനിയത്തിയല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും അഭിയുടെ മനസ്സിൽ എൻ്റെ തലയ്ക്ക് മുകളിലേക്ക് എൻ്റെ അനിയത്തി വളരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഏതായാലും നാഗേന്ദ്രൻ ബിസിനസ് വളർത്തുന്നതിനെ പറ്റിയും ഇനി ഇന്നും മുകളിലേക്ക് തന്നെ പോകണം, ഒരിക്കലും മൂർത്തി ജ്വല്ലറിയെ വളരാൻ അനുവദിക്കരുത്, അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നു. അഭിയും അത് കേൾക്കുന്നുണ്ട്. അഭി ഏതായാലും ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം AN ജ്വല്ലറിയിലെ മാനേജറായിട്ട് പോയിട്ട് ഇപ്പം ഉടമസ്ഥരിൽ ഒരാളാകാൻ പോവാണല്ലോ, അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ കാണിക്കുന്ന നവ്യാണ്. നവ്യ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് തന്നെയാണ് അഭിയും വരുന്നത്. അന്നേരം അഭിക്ക് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തിട്ട്, നീ എവിടെ പോയതായിരുന്നു, നീ എന്താ ഇങ്ങനെ ടാക്സി ആയിട്ട് നടക്കുന്നത്, മറ്റേ വണ്ടി ഓടിക്കാൻ നിൻ്റെ കൈക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കൈക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവുകൊണ്ടാണ് ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിപ്പിച്ചത് എന്ന് പറയും. അത് കഴിയുമ്പം നവ്യ പറയുന്നുണ്ട്, ഞാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ്, കാരണം ഈ വീട്ടിലുള്ള എല്ലാവർക്കും നമ്മളോട് അസൂയാണ്, അതുകൊണ്ട് ഞാൻ നമ്മുടെ മോനും നിനക്കും വേണ്ടി പ്രാർത്ഥിച്ചു, ഇനി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം അഭി പറയുവാണ്, നീ ഓർത്തോ, ഇനി ഒരിക്കലും AN ജ്വല്ലറിയിൽ നിന്ന് എനിക്ക് പുറത്തു പോകേണ്ടി വരികയില്ല, നമ്മളെ ഇനി ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല, എൻ്റെ ഇനിയുള്ള ലക്ഷ്യം മൂർത്തി ജ്വല്ലറിയും ഈ തറവാടിനും തകർക്കുക എന്നത് തന്നെയാണ്, അതിലൂടെ AN ജ്വല്ലറി ഇനിയും വളർന്ന് ഉയരണം എന്നൊക്കെ പറയുമ്പം നബി പറയും, ഇതിവിടെ നിന്ന് ഇങ്ങനെ ഉറക്കെ പറയേണ്ട, ഇവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവരിപ്പം തന്നെ നമ്മളെ അടിച്ചു പുറത്താക്കും എന്ന്. അന്നേരം അങ്ങനെ പുറത്താക്കുവാണെങ്കിൽ ആക്കിക്കോട്ടെ, ഒരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറയുമ്പം നബി പറയും, എടാ നമ്മുടെ വളർച്ചയിൽ നമ്മൾ അഹങ്കാരം കാണിക്കരുത് എന്ന്. അന്നേരം
ഇത് അഹങ്കാരമൊന്നുമല്ല, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരിക്കലും AN ജ്വല്ലറിയിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ എനിക്കുണ്ടാകുകയില്ല. അതിന് കാരണം എന്താണ് എന്നൊന്നും ഞാൻ നിന്നോട് പറയുന്നില്ല. പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. ചിലപ്പം ഞാൻ ആ കമ്പനിയുടെ GM വരെ ആയേക്കും. അതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയും. അന്നേരം ഇങ്ങനെ സംശയിച്ച് നോക്കി നിൽക്കുന്നുണ്ട് നവ്യ. അത് കഴിഞ്ഞ് അഭി അകത്തേക്ക് പോകുന്നു. പിന്നെ കാണുന്നത് ജലജേനെയാണ്. ജലജയെ കാണുമ്പോഴത്തേക്കും ജലജ, എടാ ഇന്ന് ഞായറാഴ്ചയായിട്ട് നീ ഇങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെ? എനിക്കൊരു ഷോപ്പിങ്ങിനൊക്കെ പോകണം. നിനക്കെന്താ ഇത്ര തിരക്ക് എന്നൊക്കെ ചോദിക്കുമ്പം, അമ്മേ ഞാൻ AN ജ്വല്ലറിയുടെ മാനേജറാണ് ഇപ്പം. കുറേ കഴിയുമ്പം ഞാൻ ആ കമ്പനിയുടെ GM ആയേക്കും. അത്രത്തോളം വിശ്വാസമുണ്ട് അവർക്ക് എന്നെ. അതുകൊണ്ട് തന്നെ രാപ്പകലില്ലാതെ അവിടെ പണിയെടുക്കേണ്ടി വരും. അവിടെ ഞായറാഴ്ചയും ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ജ്വല്ലറി ഞായറാഴ്ചയും തുറക്കുന്നുണ്ട്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് അവധികളൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം, എന്നാലും പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകേണ്ടതായിരുന്നു എന്ന് ജലജ പറയുമ്പം, അമ്മ പൊക്കോ, ഡ്രൈവറെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോ, പണം വേണമെങ്കിൽ എത്ര വേണമെങ്കിലും തന്നേക്കാം എന്നൊക്കെ പറയും. എന്നിട്ട് അഭി പറയുന്നുണ്ട്, ഇനി എൻ്റെ ലക്ഷ്യം ഈ തറവാടിനെ നശിപ്പിക്കുക എന്നതാണ്. മൂർത്തി ജ്വല്ലറിയെ നശിപ്പിച്ച് ഇവിടെയുള്ള എല്ലാത്തിനെയും ഇവിടുന്ന് ഇറക്കി വിടണം, അതെൻ്റെ ലക്ഷ്യമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടെയാണ് ജലജ അത് കേട്ട് നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നോക്കിക്കോ അമ്മേ, ഇനി അഭിയുടെ മറ്റൊരു മുഖമാണ് എല്ലാവരും കാണാൻ പോകുന്നത്. ആ ഒരു രീതിയിലേക്ക് ഞാൻ വളർന്നതിന് ശേഷം നവ്യയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും എന്നൊക്കെ അഭി പറയുമ്പം ജലജ പറയുക, ആ ഒരു കാര്യത്തിൽ നീ തീരുമാനം എടുക്കണമെന്ന്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോകുന്നു. ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന ജലജയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നു.